എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ബേസിക് കണ്ടീഷനിങ് ഷാമ്പൂ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ കണ്ടീഷനിങ് ഷാമ്പൂ എന്ന് കണ്ടീഷണർ വിത്ത് ഷാമ്പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടീനെ സോഫ്റ്റ് ആക്കി നിർത്തും. മറ്റേത് ഇതിന് മുൻപ് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ക്ലിയർ ഷാമ്പൂ ആയിരുന്നു. അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കണ്ടീഷനിങ് എഫക്റ്റ് ഉള്ള അതായത് കണ്ടീഷനിങ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം എമിൽസിഫയർ അല്ലെങ്കിൽ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓയിലും വെള്ളവും കൂടി ചേരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് വേണം. ആ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മുടീനെ സോഫ്റ്റ് ആക്കുന്നതും സിൽക്കി ആക്കുന്നതും. ഇതിനു മുൻപ് ഞാൻ 2 ഷാമ്പു ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ളത്, പിന്നെ ഒരെണ്ണം നമ്മൾ നാച്ചുറലി ഡിറൈവ് ചെയ്തു വന്ന ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരെണ്ണം. പിന്നെ അയോണിക് ആൻഡ് നോൺ അയോണിക് എന്ന് പറഞ്ഞു. അതിൽ നോൺ അയോണിക് സർഫക്റ്റൻ്റ് ആണ് എപ്പോഴും മുടിക്ക് നല്ലത്, മുടിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഷ് ചെയ്ത് കളയുന്ന സർഫക്റ്റൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അത് നോൺ അയോണിക് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നാളുകളായിട്ട് ഈ ഒരു കണ്ടീഷനിങ് ഷാമ്പു ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ സ്കാൽപ്പും ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയുള്ള ടൈപ്പുള്ള ഒരു ഷാമ്പൂ ആണ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് പ്രോട്ടീൻസ് ചേർത്ത് കൊടുക്കാം, കെരാറ്റിൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതിൽ മെയിനായിട്ട് സർഫക്റ്റൻ്റ് 2 എണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊക്കോ ഗ്ലൂക്കോസൈഡും പിന്നെ ക്യാബ് എന്ന് പറയും. അപ്പോൾ അത് 24 ആണ് ടോട്ടൽ അത് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഈ ഫോം ഉണ്ടാക്കാനായിട്ട് കൂടുതൽ പത ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഷാമ്പൂവിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോഴും നമ്മുടെ സ്കാൽപ്പിനെയും മുടിയെയും ഡാമേജ് ചെയ്യാറുണ്ട്. ഇതിൽ കൊക്കോ ഗ്ലൂക്കോസൈഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് കോക്കനട്ട് അതുപോലെ ഫ്രൂട്ട് ഷുഗറിൽ നിന്നാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടിയെ സോഫ്റ്റ് ആക്കി നിർത്താനായിട്ട്. അതുകൊണ്ട് തന്നെ മുടിയിലുള്ള കംപ്ലീറ്റ് ഓയിൽ വാഷ് ചെയ്ത് കളയില്ല. അതുപോലെ തന്നെ മുടിക്ക് ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ ചകിരി പോലെ ഇരിക്കുന്ന മുടികളില്ലേ, അതിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഷാമ്പൂ. പിന്നെ ഏതെങ്കിലും എമിൽസിഫയർ, അത് നാച്ചുറൽ ആണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള, അതായത് BTMS 50, BTMS 25, ഇതിനു മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് പ്രോട്ടീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വാട്ടറും അലോവേര ജ്യൂസും നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം. അത് 2 സ്റ്റെപ്പായിട്ടാണ്. പിന്നീട് നമ്മൾ സർഫക്റ്റൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് സർഫക്റ്റൻറ്റിലാണ് നമ്മൾ ഇതിലേക്ക് ഗമ്മ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ആദ്യം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോമുലയിൽ കണ്ട പോലെ വാട്ടറും അലോവേര ജ്യൂസും ആദ്യം അളന്നെടുത്തിട്ട് അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ സാന്താൻ ഗമ്മ് എടുത്തിട്ട് അതിലേക്ക് 2 ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗുവാർ ഗം ആൻഡ് സാന്താൻ ഗം. അത് എടുത്തിട്ട് നമ്മൾ ഗ്ലിസറിനിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ഗമ്മ് സ്ലറിയിലേക്ക്, അതായത് ഗ്ലിസറിനും ഗമ്മിലേക്ക് നമ്മൾ 2 സർഫക്റ്റൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൊക്കോ ഗ്ലൂക്കോസൈഡും കൊക്കോ ബെറ്റൈനും രണ്ടും കൂടി ആഡ് ചെയ്തിട്ടും നന്നായിട്ട് പിന്നീട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യാൻ പോകുന്നത് വാട്ടർ ബേസിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. വാട്ടർ ബേസിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓയിൽ ബേസ് പ്രിപ്പയർ ചെയ്യണം. എമിൽസിഫയേഴ്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓയിൽ ബേസിൽ. ഞാൻ ഒലിവിയൻ 1000 ആണ് യൂസ് ചെയ്തത്. ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. BTMS 25 or 50 ആണെങ്കിൽ ഒന്നും കൂടി സിൽക്കി ആവും മുടി, കാരണം അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് മുടിയുമ്പോൾ കൂടുതൽ പിടിച്ചിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ കൂടുതലും നമ്മൾ കണ്ടീഷണർ, കുളി കഴിഞ്ഞിട്ട് തലമുടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷണറിൽ അപ്ലൈ ചെയ്യാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ ഓയിലും നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി പെർസെൻറ്റേജ് കൂടുതൽ ഓയിൽ ആഡ് ചെയ്യണോ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് രണ്ടും ക്രീം ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. ഇനി അങ്ങോട്ട് ഇത് രണ്ടും നമ്മൾ ഇത് ചൂടാക്കാനായിട്ട് വെക്കുന്നു. ഒരു 69 ഡിഗ്രി ആയപ്പോഴേക്കും അത് രണ്ടും, അപ്പോൾ ആദ്യം വെള്ളം വെച്ച് കൊടുക്കുക, കാരണം വളരെ കുറവല്ലേ എമിൽസിഫയർ ഓയിൽ ബേസ്, വളരെ കുറവല്ലേ ഉള്ളൂ. വെള്ളം വെച്ചിട്ട് പിന്നീട് ഇത് വെച്ച് ഒരു 69 ഒക്കെ ആകുമ്പോഴേക്കും ഇത് മെൽറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ആദ്യം കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ചൂടായിരിക്കുമ്പോൾ തന്നെ ബ്ലെൻഡർ ഉപയോഗിക്കരുത്. ബ്ലെൻഡ് ചെയ്യണത് തന്നെ വേണം ഹാൻഡ് മിക്സർ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒലിവിയൻ 1000 നമ്മൾ ബ്ലെൻഡർ തന്നെ ഉപയോഗിക്കണം, എന്നാലേ അത് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ആയിട്ട് വരുള്ളൂ. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിനുണ്ടാക്കണേ? നിങ്ങൾ ശരിക്കും ഇത് യൂസ് ചെയ്ത് തുടങ്ങണം. അപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കുന്ന ഷാമ്പും ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള മുടിക്കുള്ള ഡിഫറൻസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. നമുക്ക് നല്ല മുടിയുണ്ട്, പക്ഷേ നമുക്കൊന്ന് ഭംഗിയിൽ ഒന്ന് ഇടണമെങ്കിൽ, ഒന്ന് സിൽക്കി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മൾ പിന്നെ ബ്യൂട്ടി പാർലറായിട്ട് പോകണം. ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ഒരു പല പ്രൊഡക്റ്റുകൾ മുടിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ മുടി പതുക്കെ ഒഴിയാനും പല പ്രശ്നങ്ങൾ, സ്പ്ലിറ്റ് എൻഡ്, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരും. അപ്പം നാച്ചുറലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായി നമ്മൾ നോക്കി കണ്ട് നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ മനസ്സിലാക്കി നമ്മൾ മുടിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചേഞ്ചസ് വരും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ മുടി കൊണ്ട് നടക്കാനായിട്ടും പറ്റും. ഇപ്പോൾ ചിലവർക്ക് മുടിയുണ്ട്, പക്ഷെ അത് ഭംഗിയിൽ ഇടാൻ പറ്റാത്തൊരവസ്ഥ, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു ടെക്സ്ചർ മുടിക്ക് വരില്ല. അപ്പോൾ പിന്നെ നമ്മളത് വെട്ടിക്കളയും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഗുണങ്ങൾ നമ്മൾ വീട്ടിൽ ഷാമ്പു ഉണ്ടാക്കിയാൽ ഉണ്ട് എന്നുള്ളതാണ്. ഷാമ്പു തന്നെയല്ല, നമുക്ക് കണ്ടീഷണർ, അതായത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഷാമ്പൂയും കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുന്ന കണ്ടീഷണർ അല്ല, നമുക്ക് തലയിൽ വെക്കാവുന്ന കണ്ടീഷണർ, അതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത്. അത് ഭയങ്കര നല്ലതാണ്. ഞാനിപ്പോൾ ഡെയിലി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ ഹെയർ ഡ്രയർ, എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്ന ആളാണ്. മുടിക്ക് വലിയ തിക്കൊന്നും ഇല്ലാത്ത ഒരാളാണ് പൊതുവെ. അതായത് ജനറ്റിക്കലി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മുടി ഉണ്ടല്ലോ, അതിലപ്പുറം തഴച്ചു വളരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആവില്ല. എന്നാൽ ഉള്ള മുടി നിലനിർത്തി നല്ല ഭംഗിയിൽ കൊണ്ടുനടക്കുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ടീഷണർ അതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ഡ്രയറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട്, അതുപോലെ നിര കുറയ്ക്കും, പാക്കുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 2 കാര്യം, ഷാമ്പും ഒരു കണ്ടീഷണറെങ്കിലും നമ്മൾ ഉണ്ടാക്കാനായിട്ട് പഠിച്ച് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞ്
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കൊണ്ടുവരും. ഇനി ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് pH ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ pH പറഞ്ഞ മാതിരി ഈ സർഫക്റ്റൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ pH എക്സ്ട്രീംലി മുകളിലേക്ക് പോകും. ഒരു 14 വന്നു. പിന്നെ സിട്രിക് ആസിഡ് യൂസ് ചെയ്ത് pH ഡൗൺ ആക്കി. അതിനുശേഷം നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു. പ്രിസർവേറ്റീവ് പിന്നെ ബാക്കിയുള്ള പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ്, എസെൻഷ്യൽ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം കഴുകി കളയാനുള്ള ഒരു സാധനമാണ് നമുക്ക്. എന്നിട്ട് നമ്മൾ pH ഏകദേശം നോർമലിലേക്ക് കൊണ്ടുവന്നതിനുണ്ടെങ്കിൽ നമ്മുടെ ഷാമ്പു റെഡിയായി. എൻ്റെ മുടിക്ക് ചെറിയൊരു ബ്രൗണിഷ് ഒരു കളർ പോലെ നിങ്ങൾക്ക് ഇത് അത്ര ഇതിൽ കാണില്ല. അത് ഫ്രൂട്ട് പാക്കിൻ്റെ ഒപ്പം നമ്മളൊരു മൈലാഞ്ചി ഇല്ലേ നമ്മുടെ, അത് ചേർത്തിട്ട് നമ്മൾ കുളിക്കുന്നതിനേക്കാളും ഫ്രിഡ്ജിൽ അരച്ച് നമുക്ക് വെക്കാം. ഇനി പ്രിസർവേറ്റീവ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്കൊരു മുടിക്കൊരു ചെറിയൊരു, എല്ലാവർക്കും ചിലർ കളർ ചെയ്യണത് ഇഷ്ടമുള്ള ഒരാൾക്കാരല്ലേ, അവർക്കൊക്കെ ആ ടെക്സ്ചർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അതുപോലെ നിരയും ഭയങ്കരമായിട്ട് നിര വരുന്നതും വളരെയധികം കുറയ്ക്കും. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.